ഹലോ കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ നമുക്കൊരു മീൻകറി അങ്ങ് വെച്ചാലോ. അതിനായി ഞാൻ ചെറിയ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ 3-4 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ തോട്ടുപുളിയും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള മീനുണ്ട്. ഒരു ചട്ടിയിലോട്ട് എണ്ണ ചൂടാകുമ്പോഴത്തേക്കിന് ഉലുവായും കടുകും ഒക്കെ അങ്ങ് ഇട്ട് പൊട്ടിച്ചെടുക്കണേ. നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന കൊച്ചുള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണേ എണ്ണയിലോട്ടിട്ട് കേട്ടോ. ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കിന് വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും കൂടെ ചേർത്തൊന്ന് നല്ല രീതിയിൽ അങ്ങ് വഴറ്റിയെടുക്കണേ. ഈ സമയത്താണെങ്കിൽ നമ്മളിതേ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ അതിനകത്തിലോട്ട് അങ്ങ് ചേർത്ത് കൊടുക്കണേ. പച്ചമണം മാറുന്നിടം വരെ ആ എണ്ണയിൽ കിടന്ന് അതങ്ങ് തിളച്ച് വരണം കേട്ടോ. അതിന് ശേഷമേ നമ്മൾ എടുത്തു വെച്ച ആ പുളിയും വെള്ളവും കൂടെ അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് ഞാൻ ഇതിനകത്തിലോട്ട് ഇളം ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കിന് മീനും അങ്ങ് ഇട്ട് കൊടുക്കണേ. എന്നിട്ടൊരു 10 മിനിറ്റ് ഇത് അടച്ച് വെച്ചങ്ങ് വേവിച്ചെടുക്കണം കേട്ടോ. ഇത് ട്രൈ ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണേ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് തുറന്ന് നോക്കുമ്പോഴത്തേക്കിന് നമ്മുടെ മീൻകറിയിൽ എണ്ണയൊക്കെ അങ്ങ് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ഒരു നുള്ളു കായപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നേരത്തെ എടുത്ത് വെച്ച കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ രുചിക്ക് വേണ്ടി കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ട് 1 മിനിറ്റോളം ഒന്ന് വീണ്ടും അടച്ചു വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ. പിന്നെ 1 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോഴത്തേക്കിന് നമ്മുടെ മീൻകറി അങ്ങ് സെറ്റായിട്ടുണ്ടായിരിക്കുമേ. അപ്പോൾ എൻ്റെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട എൻ്റെ കൂട്ടുകാരെല്ലാം എന്നോടൊന്ന് കൂട്ടുകൂടിയേക്കണേ.